ഡിസ്കിന് 4 ബൾജിങ്, വെയിൻ കംപ്രഷൻ, അങ്ങനെ വലത്തെ കാലിന് ഫുള്ള് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഈ മുട്ടിൻ്റെ അടുത്ത് വരെ എനിക്ക് സെൻസേഷൻ ഇല്ലായിരുന്നു. അങ്ങനെ നല്ല ശാരീരിക ബുദ്ധിമുട്ട് ആയപ്പോൾ ഞാൻ ഡോക്ടർ കണ്ണനെ പറ്റി കേൾക്കുകയും ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ അറിയുകയും അങ്ങനെ ഇവിടെ വരാനിടയായത്. പക്ഷേ ഞാൻ 15 ഡേയ്സ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഓക്കെയാണ്. എൻ്റെ കൈ നല്ല രീതിയിൽ പൊക്കാൻ പറ്റുന്നുണ്ട്, കഴുത്തൊക്കെ നല്ല രീതിയിൽ എനിക്ക് തിരിക്കാൻ പറ്റുന്നുണ്ട്, കാലിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ മാറി ഇപ്പോൾ ഇവിടെ എല്ലാം തൊട്ടാൽ എനിക്ക് അറിയാൻ പറ്റുന്ന ഒരവസ്ഥയിലായി. നമസ്കാരം, എൻ്റെ പേര് ജിൻസി. ഞാൻ കൊല്ലം ജില്ലയിലെ കല്ലടയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് 2021 ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആക്സിഡൻറ്റിനെ തുടർന്ന് എനിക്ക് കഴുത്ത് തിരിക്കാനോ അല്ലെങ്കിൽ കൈയൊന്ന് പോക്കാനോ ഒന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നു. അതിലുപരി എൻ്റെ നടുവിന് ഡിസ്കിന് 4 ബൾജിങ്, വെയിൻ കംപ്രഷൻ, അങ്ങനെ വലത്തെ കാലിന് ഫുള്ള് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഈ മുട്ടിൻ്റെ അടുത്ത് വരെ എനിക്ക് സെൻസേഷൻ ഇല്ലായിരുന്നു. അങ്ങനെ നല്ല ശാരീരിക ബുദ്ധിമുട്ട് ആയപ്പോൾ ഞാൻ ഡോക്ടർ കണ്ണനെ പറ്റി കേൾക്കുകയും ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ അറിയുകയും അങ്ങനെ ഇവിടെ വരാനിടയായത്. ഞാൻ കണ്ടു, ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. 15 ഡേയ്സ് ട്രീറ്റ്മെൻറ്റ്. ഞാൻ വന്നപ്പോൾ എനിക്ക് വലത്തെ സൈഡ് കൊണ്ട് നല്ല രീതിയിൽ ബലക്കുറവ് ആണുണ്ടായത്. വന്നപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ആയിരിക്കുമെന്ന്. പക്ഷേ ഞാൻ 15 ഡേയ്സ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഓക്കെയാണ്. എൻ്റെ കൈ നല്ല രീതിയിൽ പൊക്കാൻ പറ്റുന്നുണ്ട്, കഴുത്തൊക്കെ നല്ല രീതിയിൽ എനിക്ക് തിരിക്കാൻ പറ്റുന്നുണ്ട്, കാലിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ മാറി ഇപ്പോൾ ഇവിടെ എല്ലാം തൊട്ടാൽ എനിക്ക് അറിയാൻ പറ്റുന്ന ഒരവസ്ഥയിലായി. നടുവിൻ്റെതായ ബുദ്ധിമുട്ട്, വേദന, അതൊക്കെ എനിക്ക് മാറി. അതുപോലെ തന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ അത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ശാന്തമായൊരു അന്തരീക്ഷം, നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. അതിലുപരി ഇവിടുത്തെ സ്റ്റാഫുകൾ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നല്ല ട്രീറ്റ്മെൻറ്റാണ്. അതിലുപരി ഡോക്ടർ കണ്ണൻ, ഡോക്ടർ അശോകൻ, ഡോക്ടർ അജീന എല്ലാ ദിവസവും വരെയും നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും നമ്മളോട് നല്ല രീതിയിൽ മിങ്കിളുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരോടുള്ള നന്ദി പറയുന്നു. നന്ദി.